വാക്കുത്തോബിങ്ങൾക്ക് എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. എന്താ അവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയോ? അള്ളാഹു താല അള്ളാഹിൻ്റെ അദാബ് ബലാ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ഒരാളേക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ മേഖലയിൽ. ആ അദാബ് ആദ്യമായിട്ട് ഇറക്കുന്നത് ആ ചങ്ങായിക്കല്ല അള്ളാഹ് ഇറക്കി കൊടുക്കുന്നത്. അള്ളാഹു ആ അദാബും ബലാവും ആദ്യം ഇറക്കുന്നത് കുത്തുബിലേക്ക് ഹൗസിലേക്ക് ഇറക്കുന്നത്. അള്ളാഹിൻ്റെ തീരുമാനം ഹൗസ് ഇങ്ങനെ കാണുകയാണ്. എന്ത് ഭൂകമ്പം ഉണ്ടാകുന്നതും ബസ് ഇടിക്കുന്നതും കാർ ഇടിക്കുന്നതും അദാബാണ്. വാളുകൊണ്ട് വെട്ടുന്നതൊക്കെ അവ തീരുമാനിച്ചത് ഇങ്ങനെ ആദ്യം അനുഭവിക്കേണ്ടി വരുന്ന കുത്തുബാണ്. അത് ഞാമത്താണെങ്കിലും നിക്മത്താണെങ്കിലും. അപ്പോൾ കുത്തുബ് ഈ തീരുമാനം അള്ളാഹിൻ്റെ തീരുമാനം കാണുമ്പോൾ അത് പേടിക്കുന്ന പറയുന്നത്. എന്നിട്ട് കുറച്ചു നേരം കാത്തിരിക്കും, ലൗഹിലേക്ക് നോക്കി നിൽക്കും. അള്ളാഹു താല അതിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ടോ? അള്ളാഹു അതിൽ മാറ്റം വരുത്തുന്നില്ല, അത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഏറ്റുവാങ്ങേണ്ടത് ചുമതല കുത്തുബിന. എല്ലാവരും നേതാവല്ലേ കുത്തുബ്. ആ അദാബ് വാങ്ങേണ്ടത് ബലാവും വാങ്ങേണ്ടത് കുത്തുബാണ്. കുത്തുബ് എന്ത് ചെയ്യും? കുത്തുബ് അദാബ് വാങ്ങി കുത്തുബിന് നല്ല വേദന വിഷമമൊക്കെ ഉണ്ടാവും. അതിന് ശക്തിയുണ്ട് കുത്തുബിന്, അത് സ്വീകരിക്കാനുള്ള ശക്തി കുത്തുബിനുണ്ട്. 360 പുരുഷന്മാരുടെ ശക്തി ഒരു കുത്തുബിനുണ്ട് എല്ലാ വിഷയത്തിലും. ഇത് സൂപ്പർമാന് സ്പൈഡർമാന് കഥല്ല ഈ പറയണത് കേട്ടോ. ഇത് ഇവലെ ഇസ്ലാമിലെ വലിയ സംഗീതം പറഞ്ഞിട്ട് ഇവലെ അവതരിപ്പിക്കണ കുത്തുബിന്റെ ഡ്യൂട്ടിയാണ് ഈ പറയണത്. എന്താ ഈ പറയണത്? ഒരാൾ തെറ്റ് ചെയ്താൽ ആ ശിക്ഷ ആദ്യം ഇറക്കുക ഈ കുത്തുബിലായിരിക്കും. എങ്ങനെ ഉണ്ടാവും? കെട്ടിയോള് തെറ്റ് ചെയ്തതിന് അമ്മായിമാനെ പോയി ചീത്തറിയെന്ന് പറഞ്ഞ മാതിരിയല്ലത്. ഏതേ ഒരു ചങ്ങായി തെറ്റ് ചെയ്തതിന് അള്ളാന്റെ അദാബ് ഭൂമിയിൽ ഇറക്കുകയാണെങ്കിൽ കുത്തുബിന്റെ മേൽക്കാണ് അത്ര ആദ്യം ഇറക്കുക. ഉദാഹരണത്തിന് ഒരാൾ ആക്സിഡന്റ് ആകുകയാണ്, അദാബായിട്ട് അള്ളാഹ് ആക്സിഡന്റ് ഇറക്കുകയാണ്. അപ്പൊ ആ ആളല്ല അത് ആദ്യം ഇറക്കുക. ഇപ്പോൾ ഒരുത്തനൊരു മാരുതി 800 പഴയ കാറായിട്ട് ഇങ്ങനെ പോണ ഒരുത്തൻ, ഓനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഓന്റെ മാരുതി 800 ആക്സിഡന്റ് ആണതിന് മുമ്പ് കുത്തുബ് ചിലപ്പോൾ ബെൻസിൽ നടക്കുന്നുണ്ടാവും, കുത്തുബിന്റെ കാറൊന്ന് ആക്സിഡന്റ് ആയി കൊടുക്കും. അതാകുമ്പോൾ ആദ്യം ആണ്ട് ഇറക്കുക. അപ്പൊ കുത്തുബ് ഇങ്ങനെ കാത്തിരിക്കും, ലൗഹുൽ മഹ്ഫൂദൊക്കെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. വല്ല മാറ്റം വരുത്തുണ്ടോ അവിടെ, വല്ല മാറ്റം വരുത്തുണ്ടോ? ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തുബ് ഒന്ന് സജ്ജാവും, ഒന്ന് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ചിട്ട്, കാരണം അള്ളാന്റെ അദാബ് ഇറങ്ങാൻ പോവാണ്, അത് മൂപ്പര് ഏറ്റുവാങ്ങണമല്ലോ. മൂപ്പര് ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനൊക്കെ ആയിരിക്കും, 360 ആളാ ശക്തിയായിരിക്കും ഒരു കുത്തുബിന്. എന്നാലും മൂപ്പര് എന്ത് ചെയ്യും? ആ ശിക്ഷ വളരെ വേദന സഹിച്ച് ഇടങ്ങാറായിട്ട് വിഷമിച്ചിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്ര ആരോഗ്യമുള്ള പെണ്ണാണെങ്കിലും പെറുമ്പൊരു പേറ്റിനവും ഉണ്ടാവുമല്ലോ, അത് സഹിക്കണമല്ലോ. എന്ന് പറഞ്ഞ മാതിരി 360 ആളെ കപ്പാസിറ്റി ഒക്കെ താങ്ങും. ഇനി 361 ആൾക്കാർ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ ഇറക്കുകയാണെങ്കിലോ അപ്പം ഈ കുത്തുബൊന്ന് ഇറങ്ങാറാവും. ഒരു സാധാരണ പോട്ടർ തലയ്ക്ക് ഒരു 50 രൂപൻ്റെ സിമെൻറ്റ് ചാക്കി കെട്ടുന്ന പോട്ടർ തലയ്ക്ക് ഒരു 2 സിമെൻറ്റ് ചാക്കി വെച്ച് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും, ഒന്നുകൊണ്ട് കൂനി കൂടുമല്ലോ എന്ന് പറഞ്ഞ മാതിരി കുത്തുബ് ഒന്നുകൊണ്ട് ഇറങ്ങാറാവും. എന്നാലും വേണ്ടിയില്ല, സമുദായത്തിൻ്റെ നന്മക്കും വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് സഹിച്ച് കടിച്ചു പിടിച്ച് വേദന കടിച്ചു പിടിച്ചിട്ട് ഈ സമുദായത്തിനെ രക്ഷിക്കാൻ വേണ്ടി കുത്തുബ് വേദന ഏറ്റുവാങ്ങുകയാണ്. എങ്ങനെ? ക്രിസ്ത്യാനികളെ ഈ സങ്കല്പം ഉണ്ടല്ലോ, ജനങ്ങളുടെ പാപം ഏറ്റുവാങ്ങാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറി എന്നിട്ട് ആ പാപം സ്വയം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കഥയാണിത്. ഇതൊക്കെ അവിടുന്ന് വന്നതാണ്.